ഹായ്, അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവർ നമസ്കാരം. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് പ്രിയങ്കരനായ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി നജീബ് കാന്തപുരം MLA ജനവിധി തേടുകയാണ്. നമുക്ക് അദ്ദേഹം കഴിഞ്ഞ 5 വർഷം MLA ആയി നടത്തിയ വികസനത്തെക്കുറിച്ച് നമുക്കൊന്ന് ചികഞ്ഞു നോക്കാം. എത്രത്തോളം അദ്ദേഹം പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ നടത്തിയ വികസനങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നൊന്ന് നമുക്ക് ചികഞ്ഞു നോക്കാം. അതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ആ ഒരു നോട്ടീസുമായി ബന്ധപ്പെട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത്. നമുക്ക് ആദ്യമായി നജീബ് കാന്തപുരം MLA ആയി ഏലംകുളം പഞ്ചായത്തിൽ വിവിധ വികസന പ്രവൃത്തികൾക്ക് അനുവദിച്ച തുക 2021 മുതൽ 26 വരെ നമുക്ക് അതൊന്ന് ചെയ്തു നോക്കാം. ആനമങ്ങാട് മണലായ മുതുകുർശി റോഡ് 5 കോടി, ചെറുകര ഗേറ്റ് ചെറുമല കൊല്ലംകോട് ചിരട്ടമല റോഡ് 1 കോടി, പാറക്കൽമുക്ക് GLP സ്കൂൾ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 50 ലക്ഷം, ഏലംകുളം മാട്ടായ റോഡിന് 50 ലക്ഷം, പള്ളിപ്പടി പെരുമ്പറമ്പ് റോഡ് 50 ലക്ഷം, മല്ലിക്കട പള്ളി റോഡ് 25 ലക്ഷം, ഏലംകുളം പഞ്ചായത്തിലെ കടന്നേക്കാവ് ക്ഷേത്രം കടവ് നിർമ്മാണവും വഴി നിർമ്മാണത്തിനും 25 ലക്ഷം, ചെറുകര മിനി സ്റ്റേഡിയം നവീകരണം 25 ലക്ഷം, ബൈപ്പാസ് വാട്ടർ ടാങ്ക് കുണ്ടൻചോല റോഡ് നവീകരണം 25 ലക്ഷം, കക്കാട്ട് തോടിന് കാങ്കാട്ടു ചിറയിൽ സംരക്ഷണ ഭിത്തി കെട്ടാൻ 20 ലക്ഷം, തോണിക്കടവ് പട്ടുകുത്ത് തിരുത്ത് റോഡ് 20 ലക്ഷം, ചമ്മാട്ടപ്പടി പെരുമ്പറമ്പ് 16 ലക്ഷം, കുന്നക്കാവ് സ്കൂൾ മുറ്റം കട്ടവിരിക്കൽ 10 ലക്ഷം, പെരുമ്പാറ പുളിങ്കാവ് വായനശാല റോഡിന് കൽവർട്ട് നിർമ്മാണം 10 ലക്ഷം, ചെറുവനങ്ങാട് കുണ്ടൻചോല റോഡ് 6 ലക്ഷം, പുതുമനപ്പടി കുറ്റിക്കോട് റോഡ് 5 ലക്ഷം, ശീലത്തുപടി പെരുമ്പറമ്പ് റോഡ് 4 ലക്ഷം, വടക്കേക്കര മല റോഡ് 4 ലക്ഷം, കോട്ടപ്പറമ്പ് പുന്നശ്ശേരി റോഡ് 4 ലക്ഷം, മാമ്പറ്റക്കുന്ന് റോഡ് 4 ലക്ഷം, മലയങ്ങാട് കനാൽമംഗലം റോഡ്, പാലത്തോൾ റൈറ്റ് ബ്രാഞ്ച് കനാലിന് 4 ലക്ഷം, കൊട്ടപ്പറമ്പ് പുലിക്കുത്ത് റോഡിന് 3.5 ലക്ഷം, കുണ്ടംപള്ളി പാലക്കൽപ്പടി നീലത്തുപടി പട്ടേരിക്കുന്ന് റോഡിന് 3.5 ലക്ഷം, ചെമ്മാട്ടുതൊടി റോഡ് 3 ലക്ഷം, ചേനാമ്പറമ്പ് കുന്നക്കാവ് ഹൈസ്കൂൾ പടി റോഡ് 3 ലക്ഷം, മേക്കരപ്പള്ളിയാൽ പാലത്തോൾ LP സ്കൂൾ റോഡ് 3 ലക്ഷം, മലയങ്ങാട് അംഗൻവാടി മാണിക്കൽ മുക്ക് റോഡ് 3 ലക്ഷം, കള്ളിക്കാട് വാഴങ്കോൽ റോഡ് 2.5 ലക്ഷം, പെരുമ്പാറ MIC എത്തിങ്ങാന കോറി റോഡ് 2.5 ലക്ഷം, കുന്നക്കാവ് കരുവാൻപാടി ചെളവറമ്പിൽ പള്ളിയാലിൽ പാത്തുവേ 2 ലക്ഷം, പെരുമ്പാറ താണിയൻ നടപ്പാത 2 ലക്ഷം, പാറക്കൽമുക്ക് കുണ്ടിൽ ഭാഗത്ത് സിംഗിൾ ഫെഡ് കണക്ഷൻ 3 ഫേസ് കണക്ഷൻ ആക്കുന്നതിന് 2 ലക്ഷം, പെരുമ്പാറ വളച്ചെട്ടി റെയിൽവേ പാത്വേ 2 ലക്ഷം. പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ സ്കൂൾ ലൈബ്രറികൾക്കും മറ്റു പൊതുജന ആവശ്യങ്ങൾക്കും വായനശാലകൾക്കും പുസ്തകം നൽകുന്നതിന് 11 ലക്ഷം രൂപ അനുവദിച്ചു. ഇത് നമുക്ക് മിനിമം സ്ലേറ്റ് കിട്ടിയതെന്ന് നമുക്ക് നോക്കാം. വടക്കേക്കര ജംഗ്ഷൻ, പെരുമ്പറമ്പ്, എളാട് ചെക്ക് ഡാം, കോട്ടപ്പറമ്പ്, കങ്കോട്ടിച്ചിറ, വെള്ളിക്കാട്ടുപറമ്പിൽ സദ്ഗ്രാമം, കക്കാട്ട് കന്ന് ഗ്രാമം, പാറോൽപ്പര സദ്ഗ്രാമം, ചെട്ടിയാൻതൊടി സദ്ഗ്രാമം, പാറക്കൽമുക്ക്, ചേനാപറമ്പ്, കക്കാട്ടുപാലം, തെക്കുംപുറം, ചമ്മാട്ടപ്പടി, മല്ലിശ്ശേരി, ചെറുകര, പാലത്തോൾ മഹാവിഷ്ണു ക്ഷേത്രം, പുളിങ്കാവ്, മല റോഡ്, ചിരട്ടമല റോഡ്, മല്ലിക്കട, ചെറുകര റെയിൽവേ ഗേറ്റ്. ഇതിനാണ് ഏലംകുളം പഞ്ചായത്തിൽ പ്രിയപ്പെട്ട MLA അനുവദിച്ച തുകയും മറ്റു കാര്യങ്ങളും. ഇനി നമുക്ക് മേലാറ്റൂർ പഞ്ചായത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളൊന്ന് ശ്രദ്ധിക്കാം.
പുത്തൻപള്ളി സ്കൂൾ കെട്ടിട നിർമ്മാണം 60 ലക്ഷം. മേലാറ്റൂർ AEO ഓഫീസ് കെട്ടിട നിർമ്മാണം 75 ലക്ഷം. GLP സ്കൂൾ കിഴക്കുംപാടം കെട്ടിട നിർമ്മാണം 50 ലക്ഷം. മേലാറ്റൂർ മിനി സ്റ്റേഡിയത്തിൽ വിവിധ നവീകരണ പ്രവർത്തികൾക്ക് 50 ലക്ഷം. മേലാറ്റൂർ ചെമ്മാണിയോട് റോഡ് 50 ലക്ഷം. അത്താണി ഇരുളുങ്കാട് റോഡ് 20 ലക്ഷം. മാമ്പാറക്കുന്ന് ഒരക്കുഴി VCB റോഡ് 20 ലക്ഷം. ആറ്റുമല വളയപ്പുറം കീഴാറ്റൂർ റോഡ് 20 ലക്ഷം. തോണിപ്പാടം റോഡ് 4 ലക്ഷം. ഓരക്കുഴി അത്താണിപ്പറമ്പ് റോഡ് 4 ലക്ഷം. മനൈ പച്ചത്തുമ്പാറ റോഡ് 4 ലക്ഷം. ഒലിപ്പുഴ റോഡ് 4 ലക്ഷം. സാഹിബുംപടി കളത്തിൽക്കുണ്ട് ഫുട്പാത്ത് 4 ലക്ഷം. ഒലിപ്പുഴ പേർകുത്ത് റോഡ് 4 ലക്ഷം. അത്തിക്കാടൻകുണ്ട് കൊട്ടയിൽപ്പാടം കളത്തിൽപ്പാടം റോഡ് 3 ലക്ഷം. പച്ചീരിപ്പാറ മിച്ചഭൂമി റോഡ് 3 ലക്ഷം. ഒറ്റയിൽ അത്താണി റോഡ് 3 ലക്ഷം. ബൈപ്പാസ് മങ്കുഴിപ്പാടം റോഡ് 3 ലക്ഷം. കുട്ടിയോടത്താൽ തയ്യൽ റോഡ് 3 ലക്ഷം. 2 മൈൽ പാമ്പുറുക്കുംകുണ്ട് റോഡ് 3 ലക്ഷം. ഐലക്കര കരിക്കത്തോട് റോഡ് 3 ലക്ഷം. തോണിപ്പാടം അങ്കനവാടി റോഡ് 3 ലക്ഷം. മറ്റത്തൂർ പോക്കർ സ്മാരക റോഡ് 3 ലക്ഷം. 2 മൈൽ മദ്രസ 2 മൈൽ റിംഗ് റോഡ് 3 ലക്ഷം. മൈക്കോടൻ കുഴി പാത്വേ 3 ലക്ഷം. പാലത്തുമുക്ക് ചൂരക്കുത്ത് സദ്ഗ്രാമ റോഡ് 2 ലക്ഷം. ബാലവാടിപ്പടി ഓറക്കോടൻ റോഡ് 2 ലക്ഷം. കോയിൽക്കിണർ കളത്തിൽപ്പാടം പാത്വേ 2 ലക്ഷം. അത്താണിക്കുന്ന് തോളൂർ റോഡ് 2 ലക്ഷം. കുന്നത്ത് സദ്ഗ്രാമം റോഡ് 2 ലക്ഷം. മനൈ തോണിക്കരക്കുണ്ട് റോഡ് 2 ലക്ഷം. മലാക്കുത്ത് ക്ഷേത്രം റോഡ് 2 ലക്ഷം. അവിടെ മേലാറ്റൂർ പഞ്ചായത്തിൽ ലഭിച്ച മിനിമം സ്ലേറ്റുകളുടെ സ്ഥലങ്ങളും നമുക്ക് നോക്കാം. ഐലക്കര പുത്തൻപള്ളി, എടയാറ്റൂർ ലക്ഷം വീട്, ഉച്ചറക്കടവ് മദ്രസപ്പടി, കിഴക്കുംപാടം പാറക്കൽ, നെടുങ്ങാൻപാറ സദ്ഗ്രാമം, എടത്തൊടി സദ്ഗ്രാമം, അരൂപിക സദ്ഗ്രാമം, പുല്ലിക്കുത്ത്, മേലാറ്റൂർ റെയിൽവേ, അത്താണി, ഞാവൽപ്പടി, ചേലക്കുളം മില്ലുംപടി, 2 മൈൽ, ഐലക്കര, വേങ്ങൂർ കോൽക്കിണർ, കണ്ണിയാല, എടയാറ്റൂർ. ഇത്രയും ആണ് മേലാറ്റൂർ പഞ്ചായത്തിൽ അദ്ദേഹത്തിൻ്റെ വികസന പദ്ധതികൾ. ഇനി നമുക്ക് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങളെ നമുക്ക് നോക്കാം. പെരിന്തൽമണ്ണ ടൗൺ ഹാൾ കക്കൂത്ത് മണ്ണാർമല ബൈപ്പാസ് 3,30,00,000. പെരിന്തൽമണ്ണ ടൗൺ വില്ലേജ് ഓഫീസ് കെട്ടിടം 1,15,00,000. പൊന്നൂർശി ISS റോഡ് 60 ലക്ഷം. PTM ഗവൺമെൻറ് കോളേജ് സൗന്ദര്യവൽക്കരണം 50 ലക്ഷം. GHSS പെരിന്തൽമണ്ണ ഗേൾസ് CH മുഹമ്മദ് കോയ മെമ്മോറിയൽ ഓഡിറ്റോറിയം നവീകരിക്കുന്നതിന് 50 ലക്ഷം. രവിമംഗലം ബാലവാടി റോഡ് 40 ലക്ഷം. ബൈപ്പാസ് MUM ജംഗ്ഷൻ AMLP സ്കൂള് 45 ലക്ഷം. കളത്തിലക്കര ഗോവിന്ദൻ റോഡ് 30 ലക്ഷം. പാതായ്ക്കര മനപ്പടി റോഡ് 20 ലക്ഷം. കോവിലകംപടി റോഡ് 20 ലക്ഷം. മാനത്തുമംഗലം ചിരട്ടമണ്ണ റോഡ് 10 ലക്ഷം. മാനത്തുമംഗലം കക്കൂത്ത് ബൈപ്പാസ് റോഡിൽ ക്രോസ് ട്രയൽ കം ഡ്രൈനേജ് 10 ലക്ഷം. SK ലൈൻ റോഡ് റീകോൺക്രീറ്റും ഡ്രൈനേജ് നവീകരണവും, ഹരിതരകൻ റോഡ് ടാറിങ്ങും ഡ്രൈനേജ് നവീകരണവും 10 ലക്ഷം. മാട്ടുമത്തൊടി
സദ്ഗ്രാമം റോഡ് 10 ലക്ഷം. കരുവട്ടി റോഡ് കൊല്ലക്കോട് മുക്ക് 10 ലക്ഷം. പെലക്കാട് കുന്നുമ്മൽ ചോല 10 ലക്ഷം. ജില്ലാ ആശുപത്രിയിലേക്ക് ഡയാലിസിസ് മെഷീന് 8 ലക്ഷം. പെരിന്തൽമണ്ണ IMA റോഡ് 8 ലക്ഷം. ആനത്താനം ഡ്രൈനേജ് 7 ലക്ഷം. കക്കൂത്ത് കുമരക്കുളം മസ്ജിദ് കുണ്ടൻചോല റോഡ് 5 ലക്ഷം. കോവിലകമ്പടി റോഡ് 4.5 ലക്ഷം. കുളിർമല വാട്ടർ ടാങ്ക് റോഡ് 4 ലക്ഷം. ഓട്ടുപാറ റോഡ് 4 ലക്ഷം. ഓട്ടുപാറ പാതാക്കര സ്കൂൾ പടി റോഡ് 4 ലക്ഷം. ഗവൺമെൻറ് കോളേജ് PTM കുടിവെള്ള മോട്ടോർ 3 ലക്ഷം. ഫയർ സ്റ്റേഷൻ ശാന്തിനഗർ ലിങ്ക് റോഡ് 3 ലക്ഷം. പാതായ്ക്കരയിലെ 100 KVA മാമിച്ചി ട്രാൻസ്ഫോമർ 160 KVA ആക്കി ഉയർത്തുന്നതിന് 3 ലക്ഷം. കലകപ്പാറ വീരാൻകുട്ടിയാച്ചി റോഡ് 3 ലക്ഷം. ചേരിയിൽ ഹംസപ്പ് റോഡ് 3 ലക്ഷം. ചീരക്കുഴി സദ്ഗ്രാമം പാത്വേ 3 ലക്ഷം. ചുണ്ടമ്പറ്റ സദ്ഗ്രാമം റോഡ് 2.5 ലക്ഷം. MES കളത്തിലക്കര പാത്വേ 2 ലക്ഷം. ഈ മിനിമം സ്റ്റേറ്റുകളിൽ ലഭിച്ച സ്ഥലങ്ങൾ നമുക്ക് നോക്കാം. ദുബായ്പടി, വള്ളുവനാട് ചോയ്സ് ജംഗ്ഷൻ, തണ്ണീർപ്പന്തൽ, ലക്ഷം വീട്, KSRTC ഡിപ്പോ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, കൊളക്കട സദ്ഗ്രാമം, ഉണ്ണത്ത് സദ്ഗ്രാമം, കാരയിൽ വളപ്പ് സദ്ഗ്രാമം, EK സദ്ഗ്രാമം, പുന്നമ്പറ്റ സദ്ഗ്രാമം, തേക്കിൻകോട് സദ്ഗ്രാമം, മിച്ചഭൂമി സദ്ഗ്രാമം, കീഴ്ശ്ശേരി സദ്ഗ്രാമം, മാനത്തുമംഗലം കാര്യവളപ്പ് സദ്ഗ്രാമം, മാട്ടപ്പറമ്പ് സദ്ഗ്രാമം, വള്ളിക്കുന്ന് സദ്ഗ്രാമം, കുന്നപ്പള്ളി വായനശാല, പെരിന്തൽമണ്ണ സെൻട്രൽ, കൊല്ലങ്കോട് മുക്ക്, നമസ്കാരപ്പള്ളി, ആനത്താണം, AUM ഓഡിറ്റോറിയം, MUM ഓഡിറ്റോറിയം, കുമരകുളം ജുമാ മസ്ജിദ്, കോവിലകമ്പടി, ശിവക്ഷേത്രം സംഗീത റോഡ്, നെഹ്റു സ്റ്റേഡിയം, മാർക്കറ്റ് ജംഗ്ഷൻ, വള്ളാറ്റുപുത്തൂർ മഹാദേവ ക്ഷേത്രം ജംഗ്ഷൻ, പട്ടാമ്പി റോഡ്, മാനത്തുമംഗലം കുന്നുംപുറം ജംഗ്ഷൻ. ഇത്രയാണ് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ പ്രിയപ്പെട്ട നജീബ് കാന്തപുരം MLA 2021-26 കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള വികസനങ്ങൾ. ഇനി നമുക്ക് പുലാമന്തോൾ പഞ്ചായത്തിൽ നടത്തിയ വികസനത്തെക്കുറിച്ച് ഒന്ന് നോക്കാം. പുലാമന്തോൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് കെട്ടിടം നിർമ്മിക്കുന്നതിന് 2 കോടി. TN-പുരം മില്ലുംപടി മല റോഡ് 65 ലക്ഷം. വളപുരം കുന്നത്തുപള്ളിയിൽ അമ്പലപ്പടി റോഡ് 50 ലക്ഷം. GHSS പുലാമന്തോൾ സ്കൂളിലേക്ക് ബസ് വാങ്ങൽ 20 ലക്ഷം. വളപുരം അങ്ങാടിപ്പറമ്പ് റോഡ് 15 ലക്ഷം. ചേലാപ്പറമ്പ് മെയിൻ റോഡ് 7 ലക്ഷം. പുലാമന്തോൾ പുഴ റോഡ് 6 ലക്ഷം. തെക്കേതിൽ വരിക്കോട് റോഡ് 5 ലക്ഷം. വളപുരം കണങ്കാവ് റോഡ് 4.5 ലക്ഷം. വടക്കൻ പാലൂർ അംഗൻവാടി കൂറ്റമ്പാറ റോഡ് 4 ലക്ഷം. മനങ്ങനാട് KP റോഡ് 4 ലക്ഷം. KP കുളമ്പ് പരമ്പിൽ കുളമ്പ് റോഡ് 4 ലക്ഷം. ഇല്ലിച്ചോല കൊരങ്ങാട് കുരുവമ്പല റോഡ് 4 ലക്ഷം. ചെമ്മല പമ്പ് ഹൗസ് റോഡ് 4 ലക്ഷം. വടക്കൻ പാലൂർ കോൽക്കിണർ, പുളിയൻകുന്ന് കോട്ടേഴ്സ് റോഡ് 4 ലക്ഷം. പൂക്കോട്ടുകുളം വടക്കേക്കര അംഗൻവാടി കുമ്മൻകുഴി റോഡ് 4 ലക്ഷം. കോട്ടപ്പറമ്പ് കണ്ടൻപോക്ക് റോഡ് 4 ലക്ഷം. മുണ്ടാത്തടം മേലെ നരിപ്പറ്റ റോഡ് 4 ലക്ഷം. വളപുരം കൂനംകുറ്റി പള്ളിയാലിൽ പാറക്കടവ് റോഡ് 3.5 ലക്ഷം. നീളംകുന്ന് കോഴിക്കോട് റോഡ് 3.5 ലക്ഷം. മദ്രസ ആനങ്ങാട് ചോല 3 ലക്ഷം. റേഷൻ കട പാടം ബൈപ്പാസ് ഇടവഴി 3 ലക്ഷം. കൊടിഞ്ഞാത്തക്കുണ്ട് റോഡ് 2.5 ലക്ഷം. പുത്താണിക്കുളമ്പുറ മദ്രസ റോഡ് 2.5 ലക്ഷം. മിനിമം സ്റ്റേറ്റുകൾ
പുലാമന്തോൾ ടൗണ്, ആന്തുറക്കടവ് റോഡ്, ജുമാഅത്ത് പള്ളി ജംഗ്ഷൻ. ഇത്രയാണ് പുലാമന്തോൾ പഞ്ചായത്തിൽ അദ്ദേഹം അനുവദിച്ച വികസന പ്രവർത്തനങ്ങൾ. ഇനി താഴേക്കോട് പഞ്ചായത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. തൂത വെട്ടത്തൂർ റോഡ് 15 കോടി. പുത്തൂർ അലനല്ലൂർ റോഡ് BM ആൻഡ് BC രീതിയിൽ നവീകരിക്കുന്നതിന് 2.5 കോടി. മാട്ര അമ്പലംകുന്ന് സദ്ഗ്രാമം സമഗ്ര വികസനം 1 കോടി. ഇടിഞ്ഞാടി ആറൻകുന്ന് ട്രൈബൽ സദ്ഗ്രാമം സമഗ്ര വികസനം 1 കോടി. 55 മൈൽ തെയ്യോട്ടുചിറ റോഡ് 80 ലക്ഷം. മലങ്കട കമ്പിമല റോഡ് 50 ലക്ഷം. മരുതൻപാറ സദ്ഗ്രാമം സമഗ്ര വികസനം 50 ലക്ഷം. GMLP കാപ്പുമുഖം സ്കൂളിൽ കെട്ടിടം നിർമ്മിക്കുന്നതിന് 50 ലക്ഷം. ഇബ്രാഹിംപടി അംബേദ്കർ സദ്ഗ്രാമം അലനല്ലൂർ റോഡിന് 25 ലക്ഷം. താഴേക്കോട് പഞ്ചായത്തിലെ കൊടികുത്തിമല വാച്ച് ടവർ റോഡ് പുനരുദ്ധാരണത്തിന് 25 ലക്ഷം. VP മുഹമ്മദാജി റോഡ് 20.5 ലക്ഷം. അമ്മിനിക്കാട് കൊടികുത്തിമല റോഡ് 20 ലക്ഷം. കുറുങ്കുളം കോമ്പാക്കൽകുന്ന് റോഡ് 15 ലക്ഷം. പൂവത്താണി കാപ്പുറമ്പ് റോഡ് 15 ലക്ഷം. മാടാമ്പാറ പാത്തുവേ 10 ലക്ഷം. മുതലപ്പാടം റോഡ് നവീകരിക്കുന്നതിന് 10 ലക്ഷം. മാടാമ്പാറ കല്ലുപുറം റോഡ് 5 ലക്ഷം. ആലഞ്ചേരി ഉപ്പുങ്കാവ് റോഡ് 5 ലക്ഷം. മാട്ര കവറൻകുണ്ട് റോഡ് 4 ലക്ഷം. മാട്ര മുക്കിലപ്പീടിക ഡ്രൈനേജ് 4 ലക്ഷം. പുല്ലിക്കുന്നൻ പാത്തുവേ 4 ലക്ഷം. കുറ്റിപ്പുളി വെളിങ്ങോട്ടുകുന്ന് അർദ്ധനാരി ക്ഷേത്രം റോഡ് 4 ലക്ഷം. അരിയക്കിക്കുളം റോഡ് 4 ലക്ഷം. തെയ്യോട്ടുചിറ MMLP സ്കൂൾ പാത്തുവേ 3.5 ലക്ഷം. നടുവപ്പറമ്പ് വാക്കയിൽ സദ്ഗ്രാമ റോഡ് 3 ലക്ഷം. പുത്തൂർ CR പാത്തുവേ 3 ലക്ഷം. കോടമ്പ്രം തവളേങ്ങൽപ്പാടം റോഡ് 3 ലക്ഷം. പള്ളിക്കുന്ന് വെളിങ്ങോട്ടുകുന്ന് അർദ്ധനാരി ക്ഷേത്രം 3 ലക്ഷം. കരിങ്കലത്താണി സ്വാഗത് ടർഫ് റോഡ് 3 ലക്ഷം. 55 മൈൽ ചെമ്പറ്റ റോഡ് 2.5 ലക്ഷം. 2.50 എന്നാണ് ഉദ്ദേശിച്ചത്. 2.5 ലക്ഷം. ഓക്കെ, നമുക്ക് മിനിമാസ് ലൈറ്റുകൾ ഒന്ന് നോക്കാം. മാരാമ്പറ്റക്കുന്ന് AKG റോഡ്, മലങ്കട റോഡ്, MIM മദ്രസ 55 മൈൽ, അമ്മിനിക്കാട് കുറ്റിപ്പുളി മദ്രസ, കാനം സദ്ഗ്രാമം, മുണ്ടക്കത്തൊടി സദ്ഗ്രാമം, അമ്പലക്കുന്ന് സദ്ഗ്രാമം, കൊടുങ്ങാൻ പറമ്പ് സദ്ഗ്രാമം, കുണ്ടുങ്ങൽ സദ്ഗ്രാമം, നിലവിളിക്കുന്ന് സദ്ഗ്രാമം, മരുതൻപാറ സദ്ഗ്രാമം, മരുതല, വാളംകുളം, ഹിദായത്ത് നഗർ, പൂളമില്ല് ബസ് സ്റ്റോപ്പ്, പുത്തൂർ മില്ലുംപടി, മരുതല ജുമാഅത്ത് പള്ളി, ചുടലപ്പടി ഹെൽത്ത് സെൻറ്റർ, മാട്രക്കൽ, ഓങ്ങോട് SBI, താഴേക്കോട്, നടുവറപ്പറമ്പ്, ആണിമില്ല്. ഇത്രയാണ് താഴേക്കോട് പഞ്ചായത്തിൽ പ്രിയപ്പെട്ട MLA 2021-26 കാലഘട്ടത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന വികസനങ്ങൾ. ഇനി നമുക്ക് ആലിപ്പറമ്പ് പഞ്ചായത്തിലേക്ക് പോവാം. ആലിപ്പറമ്പ് പഞ്ചായത്തിൽ വന്നത് തൂത വെട്ടത്തൂർ റോഡ് 15 കോടി. പൂവത്താണി പള്ളിക്കുന്ന് കാമ്പ്രം മണ്ണാത്തിക്കടവ് റോഡ് BMC 5.5 കോടി. BMC രീതിയിൽ നവീകരിക്കുന്നതിന് 5.5 കോടി. അടുത്തത് ആനമങ്ങാട് മണലായ മുതുകുറിശി റോഡ് 5 കോടി. അമ്മിനിക്കാട് ഒടമല പാറൽ റോഡ് BM ആൻഡ് BC രീതിയിൽ നവീകരിക്കുന്നതിന് 3 കോടി. അമ്പലംകുന്ന് എടായ്ക്കൽ ഒടമല റോഡ് 1.40 1,40,00,000. ആലിപ്പറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രം കെട്ടിട നിർമ്മാണം 1 കോടി. പള്ളിക്കുന്ന് കാളിക്കടവ് റോഡ് 1,25,00,000.
കണ്ടംചിറ സദ്ഗ്രാമം സമഗ്ര വികസനം 1 കോടി. പാറൽ കിഴക്കേ മണലായ റോഡ് 80 ലക്ഷം. വില്ലേജ് ഹൈസ്കൂൾ റോഡ് 50 ലക്ഷം. മുഴന്നമണ്ണ റോഡ് 50 ലക്ഷം. ടിപ്പു സുൽത്താൻ റോഡ് പുനരുദ്ധാരണം 34.3 ലക്ഷം. ബിഡാത്തി പള്ളി റോഡ് 34.3 ലക്ഷം. GHSS ആനമങ്ങാട് സ്കൂൾ ബസ് വാങ്ങുന്നതിന് 25 ലക്ഷം. പോത്താണി കാപ്പുറമ്പ് റോഡ് 15 ലക്ഷം. കോരങ്കോട് നെല്ലിക്കുത്ത് റോഡ് 15 ലക്ഷം. ഹൈസ്കൂൾ കുന്ന് റോഡ് 15 ലക്ഷം. ത്രിഭൂതം പുഴ ക്ഷേത്രം റോഡ് 15 ലക്ഷം. എടത്തറ കുന്നക്കാട്ടുകുഴി റോഡ് നവീകരണം 10 ലക്ഷം. ചോലക്കുളം പുരണ്ടമണ്ണ റോഡ് 10 ലക്ഷം. കുപ്പോട്ടിൽ ഹൈദരാജി സ്മാരക റോഡ് 5 ലക്ഷം. പരിയാപുരം തെരുമ്പറമ്പിൽ റോഡ് 5 ലക്ഷം. കുത്തുകല്ലൻ മുഹമ്മദാജി മെമ്മോറിയൽ റോഡ് നവീകരിക്കുന്നതിന് 6 ലക്ഷം. തിരുത്തിൽ തോട് ഭിത്തി സംരക്ഷണം 5 ലക്ഷം. തിരുത്തിൽ തോട് ജുമാ മസ്ജിദ് പാത്വേ 6 ലക്ഷം. 5 ലക്ഷം. ചുണ്ടേക്കുഴി മണ്ണാത്തിപ്പാറ റോഡ് നവീകരിക്കുന്നതിന് 4 ലക്ഷം. പള്ളിക്കുന്ന് ചെട്ടിത്തുടി റോഡ് 4 ലക്ഷം. AP നടപ്പാത വട്ടപ്പറമ്പ് 4 ലക്ഷം. മനൈ പാത്വേ 4 ലക്ഷം. നെച്ചിക്കുഴി നെല്ലിക്കപ്പാറ കാമ്പുറം റോഡ് 3 ലക്ഷം. വാഴയങ്കട മദ്രസ പുലിക്കട റോഡ് 3 ലക്ഷം. ആര്യമ്പറമ്പ് പട്ടണം ചോല കളത്തിൽ തോട് റോഡ് 3 ലക്ഷം. ആനമങ്ങാട് മഹാദേവ മംഗലം റോഡ് 3 ലക്ഷം. സ്നേഹതീരം പുല്ലടി നടപ്പാത 3 ലക്ഷം. നെച്ചിക്കുഴി നെല്ലിക്കപ്പാറ റോഡ് 3 ലക്ഷം. മണലായ കോട്ട റോഡ് 2 ലക്ഷം. ചെരക്കാട്ടുകുന്ന് പട്ടാമ്പിപ്പടി 2 ലക്ഷം. കാവുങ്കൽപ്പടി പരിയാപുരം റോഡ് 2 ലക്ഷം. മണലായ ALP സ്കൂൾ റോഡ് 2 ലക്ഷം. നമുക്ക് മിനിമാസ് ലൈറ്റുകൾ നോക്കാം. ഉടമല മക്കാമ് എടായിക്കൽ കൂട്ടുകാവ് വട്ടപ്പറമ്പ് ജംഗ്ഷന് കൂമ്പമ്പാറ തൊണ്ണൂറായി സദ്ഗ്രാമം കുന്നക്കാട്ടുകുഴി സദ്ഗ്രാമം കൊടക്കാപ്പറമ്പ് സദ്ഗ്രാമം ഓടക്കുളം സദ്ഗ്രാമം കരക്കാത്ത് സദ്ഗ്രാമം മണ്ണാറ് സദ്ഗ്രാമം വാഴയങ്കട സെൻട്രൽ എടത്തറ ചോരാണ്ടി കുന്നക്കാട്ടുകുഴി മുഴന്നമണ്ണ ആലിക്കൽ മുക്ക് കുന്നനാത്ത് കളരിപ്പടി പാറക്കണ്ണി കരിങ്കര മദ്രസ വടക്കൻ സിറ്റി പുന്നക്കുന്ന് മണലായ ജുമാ മസ്ജിദ്. ഇത്രയുമാണ് ആലിപ്പറമ്പ് പഞ്ചായത്തിൽ പ്രിയപ്പെട്ട MLAയുടെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ആണ് നമ്മളിപ്പോൾ ആലിപ്പറമ്പ് പഞ്ചായത്താണ് നമ്മൾ ഒന്ന് കണ്ണോടിച്ചത് 2021 മുതൽ 2026 വരെ. ഇനി നമ്മൾ വെട്ടത്തൂർ പഞ്ചായത്തിലേക്ക് ഒന്ന് നോക്കാം. തൂതവട്ടത്തൂർ റോഡ് 15 കോടി. ഉറവിങ്ങൽ സദ്ഗ്രാമം സമഗ്ര വികസനം 1 കോടി. കാപ്പ് മേൽക്കുളങ്ങര റോഡ് 1 കോടി. GLP സ്കൂൾ തേലക്കാട് കെട്ടിട നിർമ്മാണം 1 കോടി. കാര സ്കൂൾ വെട്ടത്തൂർ കെട്ടിട നിർമ്മാണം 40 ലക്ഷം. കാര്യവട്ടം വില്ലേജ് ഓഫീസ് കെട്ടിടം നവീകരിക്കുന്നതിന് 33.92 ലക്ഷം. പുരോണക്കുന്ന് പൊതുശ്മശാനം റോഡ് 27 ലക്ഷം. തേലക്കാട് ചെമ്മാണിയോട് റോഡ് 25 ലക്ഷം. മണ്ണാർമല പീടികപ്പടി കിഴക്കേമുക്ക് പച്ചേരി റോഡ് 25 ലക്ഷം. നിരന്നറുമ്പ് കാര റോഡ് 20 ലക്ഷം. കാപ്പ് സ്കൂളിലേക്ക് ബസ് 20 ലക്ഷം. പീടികപ്പടി മദ്രസ പാത്വേ 10 ലക്ഷം. കാര പഴത്തോട് റോഡ് 10 ലക്ഷം. എള്ള് കുത്തുന്നപാറ പാറോത്തിങ്ങൽ കണ്ടം മദ്രസ പടിഞ്ഞാറേക്കര റോഡ്
10 ലക്ഷം. പൊതാക്കല്ല് ആട്ടുകണ്ടത്തിൽ കോളനി റോഡ് 10 ലക്ഷം. മണ്ണാർമല തോട് കോവിലകം പടി സൈഡ് പ്രൊട്ടക്ഷൻ 10 ലക്ഷം. ബഡ്സ് സ്കൂൾ റോഡ് കോൺക്രീറ്റ് 8 ലക്ഷം. മിച്ചഭൂമി സദ്ഗ്രാമം 8 ലക്ഷം. മേൽക്കുളങ്ങര കരിക്കാട്ടിൽ റോഡ് 5.5 ലക്ഷം. കിളിയ വെല്ലക്കുളം റോഡ് 5.5 ലക്ഷം. നാസർപടി തോട്ടേക്കാട്ട് പാടം റോഡ് 4 ലക്ഷം. ആശാരിപ്പടി തേക്കിൻകോട് റോഡ് 4 ലക്ഷം. മണ്ണാർമല പീടികപ്പടി കിഴക്കേമുക്ക് പച്ചീര റോഡ് 4 ലക്ഷം. ക്രിസ്ത്യൻപള്ളി എരൂത്ത് പള്ളി റോഡ് 3 ലക്ഷം. പഴന്തറപ്പാറ ക്രിസ്ത്യൻപള്ളി റോഡ് 3 ലക്ഷം. പൂളക്കുന്ന് ജുമാ മസ്ജിദ് റോഡ് 3 ലക്ഷം. പീടികപ്പടി മദ്രസ പാത്വേ 3 ലക്ഷം. കൈവരി നിർമ്മാണം പീടികപ്പടി മദ്രസ പാത്വേ കൈവരി നിർമ്മാണം 3 ലക്ഷം. പുരാണക്കുന്ന് മണ്ണേങ്ങൽ റോഡ് 1.5 ലക്ഷം. നമുക്ക് മിനിമം സ്ലേറ്റുകൾ ഒന്ന് നോക്കാം. പറയങ്കുന്ന്, കൂരിക്കുന്ന്, ചുങ്കൻ ജംഗ്ഷൻ, മൂച്ചിക്കൽ ഹൈസ്കൂൾ പടി, മിച്ചഭൂമി സദ്ഗ്രാമം, മണ്ണാർമല പീടികപ്പടി ജംഗ്ഷൻ, വട്ടത്തൂർ ജംഗ്ഷൻ, കൂത്തുപറമ്പ്, മേൽക്കുളങ്ങര, കാര പഴന്തോട്ടുങ്ങൽ റോഡ്, തെക്കൻമല ക്രിസ്ത്യൻ പള്ളി, വലിയ തൊടി കുന്ന്, കുറുപ്പത്ത് കര, പുതിയ പറമ്പ്. ഇത്രയാണ് വട്ടത്തൂർ പഞ്ചായത്തിൽ പ്രിയപ്പെട്ട MLAയുടെ വികസനങ്ങൾ 2021 to 2026 വരെ. അപ്പോൾ ഇത്രയും വികസന പ്രവർത്തനങ്ങളാണ് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലുടനീളം പ്രിയങ്കരനായ നജീബ് കാന്തപുരം MLA ആയി 2021 മുതൽ 2026 കാലഘട്ടത്തിൽ അനുവദിച്ച തുകകൾ ആണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അദ്ദേഹം അനുവദിച്ച തുകകളും അതോടൊപ്പം തന്നെ മറ്റ് വികസന പ്രവർത്തനങ്ങളും ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. മിനിമം സ്ലേറ്റുകളും മറ്റുമൊക്കെയാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ഇത്രയും വികസന പ്രവർത്തനങ്ങൾ, വികസന വിപ്ലവം രചിച്ച് മുന്നേറിയ ഒരു MLA ആണ് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം MLA. അദ്ദേഹമാണ് നജീബ് കാന്തപുരം വീണ്ടും UDF സ്ഥാനാർത്ഥിയായി ജനമധ്യത്തിലേക്ക് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത്. തികച്ചും വികസന വിപ്ലവം രചിച്ച ജനകീയനായ ജനോപകാരപ്രദമായ ഓരോ വ്യക്തികളെയും അദ്ദേഹം ഒരു പ്രാവശ്യം കണ്ടാൽ വീണ്ടും പേരെടുത്ത് വിളിക്കുകയും അതോടൊപ്പം തന്നെ അവരോട് ഇടപഴകുകയും ഒക്കെ ചെയ്ത് ഏതൊരാളുടെയും വളരെ കൃത്യമായി തന്നെ പെരുമാറ്റവും മറ്റുള്ളതൊക്കെ രീതിയിൽ നല്ല രീതിയിൽ ജനോപകാരപരമായി ജനകീയനായ സാധാരണക്കാരനായ ജനപ്രതിനിധി, അതാണ് പ്രിയങ്കരനായ നജീബ് കാന്തപുരം. അദ്ദേഹമാണ് വീണ്ടും പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ UDFൻ്റെ സ്ഥാനാർത്ഥിയായി നമ്മൾക്ക് മുമ്പിലെത്തുന്നത്. അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തോടു കൂടി കോണി അടയാളത്തിൽ അദ്ദേഹത്തിൻ്റെ ചിഹ്നത്തിൽ രേഖപ്പെടുത്തി അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് വിനീതമായി ഉത്ബുദ്ധരായ മാന്യ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുകയാണ്. കൃത്യമായും വികസന വിപ്ലവത്തിന് ഇനിയും മുന്നോട്ടുള്ള പ്രയാണത്തിൽ തുടക്കം കുറിക്കാനും നീണ്ട 5 വർഷം നമ്മുടെ നിയോജക മണ്ഡലത്തിൽ വികസന വിപ്ലവങ്ങൾ രചിക്കാനും നജീബ് കാന്തപുരത്തിൻ്റെ തുടർച്ച നമുക്ക് അത്യാവശ്യമാണ്. ഓരോ വോട്ടർമാരും അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ടുകൾ നൽകി, ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, വോട്ടുകൾ നൽകി അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമേ എന്ന് വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അദ്ദേഹം നടത്തിയ വികസന വിപ്ലവങ്ങൾ ആണ് നമ്മൾ കേട്ടത്. അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് കൃത്യമായി തന്നെ അദ്ദേഹം നടത്തിയ വികസനത്തിന് ഒരു തുടർച്ച നമുക്ക് നൽകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരുപാട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹം മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതൊന്നും ഇതിൽ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല. ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. എല്ലാം ഇന്ന് സോഷ്യൽ മാധ്യമങ്ങളിലും നേരിട്ടും നമുക്ക് കാണാവുന്ന രീതിയിലാണ് വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി നമുക്ക്
എവിടെ ചെന്നാലും ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരിട്ട് കാണാവുന്ന വികസന പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ മറക്കരുത്. അദ്ദേഹത്തെ വിജയിപ്പിച്ച് വീണ്ടും കേരള നിയമസഭയിൽ UDF സംവിധാനത്തിൽ ഇവിടെ 100-ലധികം സീറ്റോട് കൂടി UDF സംവിധാനം മുന്നോട്ട് വരുമ്പോൾ അതിൽ പെരിന്തൽമണ്ണയും മുന്നിൽ നിൽക്കണമെന്ന് കൂടി സമയത്തോടെത്തിക്കൊണ്ട് എല്ലാവിധ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ പ്രിയപ്പെട്ട ജനപ്രതിനിധിയായിരുന്ന പ്രിയപ്പെട്ട നജീബ് കാന്തപുരത്തിന് 1000 അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും മറ്റും വിഷയങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് UDF.